കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇന്ന് +1 സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഈ ചാപ്റ്റർ എന്താണെന്നും അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനുമാണ് പഠിക്കാൻ പോകുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പ്രത്യേകിച്ച് പറയാം. നമ്മൾ ഈ കവിത, ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്ന ഒരു കവിതയാണ്. അപ്പോൾ കവിതയൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ഓരോ ലൈൻസിൻ്റെയും അർത്ഥം മനസ്സിലാക്കി വേണം പഠിക്കാൻ. അതായത് പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ചോദിക്കുന്നത്, കുറച്ച് നമ്മുടെ പുസ്തകത്തിലുള്ള പോയം തരും, പോയം തന്നിട്ട് അതിൻ്റെ കുറച്ച് വരികൾ എടുത്ത് തരും, എന്നിട്ട് അത് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം, ഇംഗ്ലീഷിലൊക്കെ ചോദിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇവിടെയും ചോദിക്കുന്നത്. അപ്പോൾ കുറച്ച് ലൈൻസ് തരും, അതുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അതിൻ്റെ ഉത്തരം എഴുതുക. പിന്നെ നമ്മൾ ഓഥർ ആരാന്നറിയണം, പോയത്തിൻ്റെ പേരെന്താണെന്നൊക്കെ അറിയണം. അപ്പോൾ നമ്മൾ പോയം പഠിക്കുമ്പോൾ ഓരോ വരികളുടെ അർത്ഥം മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ഈ ഒരു വാക്ക് അർത്ഥം തരുന്ന പദം ഏത് എന്നൊക്കെ പറഞ്ഞ് തരും. അതുകൊണ്ട് നിങ്ങൾ ഓരോ വാക്കുകളും അർത്ഥം മനസ്സിലാക്കി വേണം പഠിക്കാൻ. ഓക്കെ, അപ്പോൾ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇവിടെ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഡോക്ടർ രാംകുമാർ വർമ്മ രചിച്ച നിർച്ചർ. അപ്പോൾ ചാപ്റ്ററിന്റെ പേര് പോയം, കവിതയാണ് തന്നിട്ടുള്ളത്. കവിതയുടെ പേര് നിർച്ചർ എന്നാണ്. നിർച്ചർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അരുവി, സ്ട്രീം, അരുവി എന്നാണ് അർത്ഥം. അപ്പോൾ അരുവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയാണ് തന്നിരിക്കുന്നത്. അതിന്റെ ഓഥർ ആരാണ്? ഡോക്ടർ രാംകുമാർ വർമ്മ. അപ്പോൾ അത് നിങ്ങൾ ഓർത്തോണം, നിർച്ചർ ഡോക്ടർ രാംകുമാർ വർമ്മ. ഓക്കെ, അപ്പോൾ ഈ കവിതയുടെ മെയിൻ തീം എന്ന് പറഞ്ഞാൽ, അതായത് ഈ കവിതയിൽ കവി ഒരു അരുവി എന്ന് പറഞ്ഞാൽ ഇവിടെ കാട്ടിലൂടെ ഒഴുകുന്ന ഒരു അരുവിയാണ് കേട്ടോ. അപ്പോൾ ആ അരുവിയെ അത് തൻ്റെ കാമുകനെ തേടി യാത്ര ചെയ്യുന്ന ഒരു എന്താ വേർപിരിഞ്ഞ് നിൽക്കുന്ന ഒരു ആളായിട്ടാണ് ഇവിടെ അരുവിയെ സങ്കല്പിച്ചിരിക്കുന്നത്. അതായത് ആ കാമുകനെ തേടി അന്വേഷിച്ച് നടക്കുന്ന, അവർ തമ്മിൽ നേരത്തെ ഇഷ്ടമുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ വേർപിരിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥ. അപ്പോൾ അതിലൂടെ അങ്ങനെ അന്വേഷിച്ച് യാത്ര ചെയ്യുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഇവിടെ അരുവിയെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അരുവി ഇങ്ങനെ ഒഴുകി പോകുന്നതാണ്. അപ്പോൾ ഈ അരുവിയുടെ ഒഴുക്കിനെ, ആ സ്വാഭാവികമായിട്ടുള്ള ആ ഒഴുക്കിനെ നമ്മൾ മനുഷ്യൻ്റെ പ്രണയത്തോടും വിരഹവേദന, അതായത് വേദന, അത് അകന്ന് നിൽക്കുന്നതിൻ്റെ ആ വേദനയോടും, അതുപോലെ പ്രതിസന്ധികൾ, ഇപ്പോൾ കല്ലൊക്കെ തട്ടിപ്പോകുമ്പോൾ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കഴിവും ഒക്കെ ആയിട്ടാണ് കവി ഇവിടെ ഉപമിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ഇനി നമുക്ക് ലൈൻ ബൈ ലൈൻ ഡീറ്റെയിൽസ് നോക്കാം. അരേ നിർച്ചൻ വൻകെ നിർമ്മൽ നിർച്ചർ. അപ്പോൾ എന്താ ചോദിക്കുന്നത്? അരേ എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലേ ഹേ എന്നൊക്കെ വിളിക്കത്തില്ലേ, അപ്പോൾ ഒരു സംബോധന ചെയ്യുന്നതാണ്. അരേ നിർജൻ വൻകെ നിർമ്മൽ നിർച്ചർ. അപ്പോൾ ഹേ നിർജൻ വൻകെ, നിർജൻ വൻ എന്ന് വെച്ചാൽ വിജനമായ കാട്. അപ്പോൾ നിർജൻ വൻകെ എന്ന് വെച്ചാൽ വിജനമായ കാട്ടിലെ നിർമ്മൽ നിർച്ചർ. നിർമ്മൽ എന്ന് പറഞ്ഞാൽ എന്താ? നിർമ്മലമായ അരുവി, അതായത് തെളിഞ്ഞൊഴുകുന്ന അരുവി. അല്ലയോ ഹേ വിജനമായ കാട്ടിലെ തെളിനീരൊഴുകുന്ന അരുവി. പിന്നെന്താണ്? ഇസ് ഏകാന്ത പ്രാന്ത് പ്രാങ്കൺ മേം കിസേ സുനാത്തെ സുംധുർ സ്വർ. അപ്പോൾ ഇസ് എന്ന് പറഞ്ഞാൽ ഈ ഏകാന്ത പ്രാന്ത് പ്രാങ്കൺ മേം. ഈ ഏകാന്തം എന്ന് വെച്ചാൽ ഏകാന്തമായ അല്ലെങ്കിൽ എന്താ വിജനമായ, ഈ വിജനമായ പ്രാന്ത് പ്രാങ്കൺ മേം എന്ന് പറയുമ്പോൾ ഇൽ. അപ്പോൾ പ്രാന്ത് പ്രാങ്കൺ മേം എന്ന് വെച്ചാൽ വനാന്തരം, അതായത് ഈ കാട്ടിനുള്ളിൽ. അപ്പോൾ ഈ വിജനമായ കാട്ടിനുള്ളിൽ എന്താണ്? വനാന്തരത്തിൽ കിസേ സുനാത്തെ സുംദുർ സ്വർ. അപ്പോൾ കിസേ സുനാത്തെ, കിസേ ആരെയാണ്, സുനാത്തെ കേൾപ്പിക്കുന്നത്, സുമധുർ സ്വർ. അപ്പോൾ ആരെയാണ് നീ നിന്റെ ഈ സുന്ദർ സ്വർ എന്ന് വെച്ചാൽ മനോഹരമായ ഈ സ്വരം അല്ലെങ്കിൽ സംഗീതം, അപ്പോൾ ആരെയാണ് നീ ഈ മനോഹരമായ സംഗീതം കേൾപ്പിക്കുന്നത് എന്നാണ്. അതായത് ഈ വിജനമായ കാട്ടിനകത്ത് നിന്ന് നീ ഇങ്ങനെ, നമുക്കറിയാം നദി ഒഴുകുമ്പോൾ ഒരു നല്ല ശബ്ദമുണ്ട്, അപ്പോൾ അതൊരു സംഗീതമായിട്ട് ഉപമിക്കുകയാണ് കവി. അപ്പോൾ ഈ സംഗീതത്തെ നീ ആരെ കേൾപ്പിക്കുകയാണ് എന്നാണ്, ആരെ കേൾപ്പിക്കാനാണ് ഈ സംഗീതം ഉണ്ടാക്കുന്നതെന്നാണ് കവി ചോദിക്കുന്നത്. ഓക്കെ, എന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ്, അരേ നിർജൻ വൻകെ നിർമ്മൽ നിർച്ചർ. ഹേ ഈ വിജനമായ കാട്ടിലെ തെളിനീരൊഴുകുന്ന അരുവി എന്താ? അപ്പനാ ഊഞ്ചാസ്ഥാൻ ത്യാഗർ ക്യോം കർത്തേ ഹോ അധപതൻ. അപ്പോൾ എന്താണ്? അപ്പനാ ഊഞ്ചാസ്ഥാൻ ത്യാഗർ, അപ്പന തൻ്റെ, ഊഞ്ചാസ്ഥാൻ എന്ന് വെച്ചാൽ ആ ഒരു ഉയർന്ന സ്ഥാനം, ത്യാഗർ എന്ന് വെച്ചാൽ ത്യജിച്ചിട്ട്, ത്യാഗം ചെയ്തിട്ട്, ക്യോം കർത്തേഹോ അധപതൻ. അപ്പം എന്താണ്? ക്യോം എന്തുകൊണ്ട്, കർത്തേഹോ എന്തിനാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കർത്തേഹോ ചെയ്യുന്നത്, അധപതൻ എന്ന് വെച്ചാൽ അത് എന്താണ്? താഴേക്ക് വന്ന് പതിക്കുന്നത്. അത് നമുക്കറിയാം
എന്താ അരുവിയൊക്കെ ഉത്ഭവിക്കുന്നത് വലിയ പർവ്വതങ്ങളുടെ ഉയർന്ന സ്ഥാനങ്ങളിൽ നിന്നാണ് താഴോട്ട് പോകുന്നത്, നമുക്കറിയാം. അപ്പോൾ ഈ ഉയർന്ന സ്ഥാനം നീ വെടിഞ്ഞ് നീ എന്തിനാണ് താഴോട്ട് പതിക്കുന്നത് എന്നാണ് കവി ചോദിക്കുന്നത്. കോൺ തുമാരാ വഹ് പ്രേമി ഹേ ജിസേ കോച്ച്തേ ഹോ വൻ വൻ. അപ്പൊ എന്താ പറയുന്നത്? കോൺ തുമാരാ വഹ് പ്രേമി ഹേ. കോൺ കോൺ ആരാണ്? തുമാരാ നിന്റെ, വഹ് പ്രേമി ഹേ അതായത് നീ ആ തിരഞ്ഞു നടക്കുന്ന നിന്റെ ഇഷ്ടപ്പെട്ട ആ ഒരു വ്യക്തി ആര്, നിന്റെ കാമുകൻ ആര് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കോൺ തുമാരാ വഹ് പ്രേമി ഹേ, നീ പ്രേമിക്കുന്ന ആ ആൾ ആരാണ്? ജിസേ ഖോജ്തേ ഹോ വൻ വൻ. ജിസേ ആരെയാണ് ഖോജ്തേ എന്താണ് അന്വേഷിക്കുക അല്ലെങ്കിൽ തിരയുക, കണ്ടെത്തുക എന്നൊക്കെ. ജിസേ ഖോജ്തേ നീ ആരെയാണ് തിരഞ്ഞു നടക്കുന്നത്? ഹോ വൻ വൻ ഈ കാട് തോറും, വൻ വൻ എന്ന് വെച്ചാൽ കാടുകൾ തോറും നീ ആരെയാണ് ഇങ്ങനെ തിരഞ്ഞ് പോകുന്നത് എന്നാണ് ഇവിടെ കവി ചോദിക്കുന്നത്. അപ്പോൾ കാടുകൾ തോറും നീ തിരഞ്ഞു നടക്കുന്ന നിന്റെ ആ പ്രിയപ്പെട്ട കാമുകൻ ആരാണ് എന്നാണ് കവി അരുവിയോട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ആ പേജിൽ കൊടുത്തിരിക്കുന്ന വരികൾ. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ സൈഡിലായിട്ടൊരു ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഈ ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും, എങ്ങനെ പഠിക്കണം, ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ, ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരങ്ങൾ, അതെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ ആക്ടിവിറ്റീസ് സോൾവ് ചെയ്യുമ്പോൾ, എക്സാം ഫോക്കസ് ചെയ്യുമ്പോൾ അതിൽ നോക്കാം. ഓക്കെ, ഇനി ബാക്കി നമുക്ക് അടുത്ത പേജിൽ ബാക്കി വരി നോക്കാം, കണ്ടിന്യൂഷൻ. ഇനി അടുത്ത പേജിൽ വിരഹ് വേദാമീം അശ്രു ബഹാക്കർ ജലമയ കർ ഢാലാ സബ് തൻ. അപ്പൊ എന്താണ് വിരഹ് വ്യതാമീം? വിരഹം എന്ന് വെച്ചാൽ നമുക്ക് അറിയാം, വിരഹം വേർപിരിയൽ അല്ലെങ്കിൽ എന്താ ദുഃഖം എന്നൊക്കെ ഉള്ള അർത്ഥം. ആ വ്യത ദുഃഖം. അപ്പോൾ ആ വേർപിരിയലിന്റെ വ്യത ദുഃഖം, വേദന എന്നൊക്കെ പറയും. ആ ദുഃഖത്തിൽ അല്ലെങ്കിൽ വേദനയിൽ അശ്രു ബഹാക്കർ, അശ്രു എന്ന് വെച്ചാൽ കണ്ണുനീർ, ബഹാക്കർ എന്ന് വെച്ചാൽ ഒഴുക്കി. അപ്പോൾ ഈ വേർപിരിയലിന്റെ വേദനയിൽ നീ കണ്ണുനീരൊഴുക്കി. ജലമയ കർ ഢാലാ സബുതൻ. അപ്പൊ ജലമയം ഖർ ഢാലാ സബുതൻ. അപ്പോൾ ജലമയമാക്കുകയാണ്. ഖർ ഢാലാ സബുതൻ. സബ് എന്ന് വെച്ചാൽ നിന്റെ എല്ലാ എന്ന് വെച്ചാൽ ശരീരം. അപ്പോൾ നീ ഈ വേർപിരിയലിൻ്റെ വേദനയിൽ കണ്ണീരൊഴുക്കി നീ നിന്റെ ശരീരം മുഴുവൻ ജലമയമാക്കി മാറ്റിയിരിക്കുന്നു. അതായത് ഈ അരുവിയിൽ ഒഴുകുന്ന വെള്ളം എന്ന് പറയുന്നത് ഈ അരുവിയുടെ കണ്ണുനീരാണ്, ഈ വിഷമം കൊണ്ടുള്ള കണ്ണുനീരെന്നാണ് കവി ഉപമിക്കുന്നത്. ഓക്കെ, ക്യാ ദോനേക്കോ ചലേ സ്വയം അവിദിത് പ്രേമിക്ക് പദ രചിക്കാണ്. അപ്പോൾ ക്യാ ദോനേക്കോ ചലേ സ്വയം. അപ്പോൾ ക്യാ എന്താ, ധോനേക്കോ ചലേ സ്വയം എന്ന് വെച്ചാൽ ധോനാന്ന് വെച്ചാൽ കഴുകുക. അപ്പൊ കഴുകാനാണോ, കഴുകിക്കളയാനാണോ, ചലേ അതിനാണോ നീ ചലിക്കുന്നത്? സ്വയം നീ ഇങ്ങനെ സ്വയം ചലിക്കുന്ന അല്ലെങ്കിൽ ഒഴുകി പോകുന്നത് എന്താ, കഴുകിക്കളയാനാണോ? കഴുകിക്കളയാനാണോ? എന്ത്? അതടുത്ത വരിയിൽ നോക്കാം. അവിദിത് പ്രേമിക്ക് പദ് രചുക്കാണ്. അപ്പൊ എന്താണ് അവിദിത് പ്രേമി? അവിദിത് എന്ന് വെച്ചാൽ പറയപ്പെടാത്ത അല്ലെങ്കിൽ അറിയപ്പെടാത്ത, നമ്മളോട് പറഞ്ഞിട്ടില്ലാത്ത ആ അറിയപ്പെടാത്ത പ്രേമിക്ക് എന്ന് പറഞ്ഞാൽ എന്റെ കാമുകൻ, അതായത് കാമുകന്റെ പദ് രചുക്കാണ്. പദ് രചുക്കാണ് എന്ന് വെച്ചാൽ എന്താ, പാദങ്ങളില് പറ്റിയിരിക്കുന്ന കണങ്ങൾ എന്ന് വെച്ചാൽ പൊടി. അപ്പോൾ അതായത് പറയുന്നത് അറിയപ്പെടാത്ത നിന്റെ ആ കാമുകന്റെ കാൽപ്പാടുകളിലെ ആ പൊടികൾ കഴുകിക്കളയാനാണോ നീ ഇങ്ങനെ ഒഴുകുന്നത്? എന്താ അതിനാണോ ഇങ്ങനെ ഒഴുകുന്നത് എന്നാണ് കവി ചോദിക്കുന്നത്. ഓക്കെ, എന്നിട്ട് എന്താണ് അടുത്ത വരി? ലഘുപാഷാണോം കെ ടുക്കടേ ഭി തുംകോ ദേത്തെ ഹേം ടോക്കർ. അപ്പോ ലഘുപാഷാണോം കെ ടുക്കടേ ഭി എന്ന് വെച്ചാൽ ലഘു എന്ന് വെച്ചാൽ ചെറിയ, പാഷാണം എന്ന് വെച്ചാൽ കല്ലുകൾ. അപ്പൊ പാഷാണോം എന്ന് പറയുമ്പോൾ കല്ലുകൾ. ഓക്കെ, കെ ടുക്കടേ ഭി. അപ്പോൾ ലഘു പാഷാണോം കെ ടുക്കടേ ഭി എന്ന് വെച്ചാൽ ചെറിയ കല്ലിൻ കഷ്ണങ്ങൾ പോലും തുംകോ ദേത്തെ ഹേൻ ടോക്കർ. അപ്പോൾ തുംകോ നിനക്ക്, ദേത്തെ ഹേൻ തരുന്നു, ടോക്കർ എന്ന് വെച്ചാൽ എന്താണ്, നിന്റെ വഴിയിലെ ആ തടസ്സങ്ങൾ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പറയാണ്, ഈ ചെറിയ കല്ലുകൾ പോലും നിന്റെ വഴിയിലെ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു. നീ ഇങ്ങനെ ഒഴുകി പോകുമ്പോൾ ചെറിയ കല്ലുകളൊക്കെ നിന്റെ വഴിയെ തടയുന്നു, അതുപോലും നിന്നെ തടയുന്നു. കല്ലുകൾ പോലും, ചെറിയ കല്ലുകൾ പോലും നിന്റെ വഴി തടയുന്നു. ക്ഷണഭർ ഹി അവിചൽ ഹോക്കർ കമ്പിത് ഹോത്തേ ഹോ ഗതി ഖോക്കർ എന്ന് വെച്ചാൽ
ക്ഷണ ഭർ ഹി അവിചൽ ഹോക്കർ എന്ന് വെച്ചാൽ എന്താ ക്ഷണമെന്ന് വെച്ചാൽ നിമിഷം. അപ്പോൾ നിമിഷ നേരം, ഒരു നിമിഷം നീ എന്താണ് അവിചൽ ഹോക്കർ എന്ന് വെച്ചാൽ, അവിചൽ എന്ന് വെച്ചാൽ ചലനമില്ലാതെ നിശ്ചലമായി, എന്താ ഹോക്കർ നിശ്ചലമായി ഇങ്ങനെ വിറച്ച് നിൽക്കുന്നു, സ്തംഭിച്ച് നിൽക്കുന്നു. കമ്പിത് ഹോത്തേ ഹോ ഗതി ഹോക്കർ എന്ന് വെച്ചാൽ എന്താണ്, അതായത് ഈ കമ്പിത് ഹോത്തേ എന്ന് വെച്ചാൽ അതിൻ്റെ ആ വരിയുടെ അർത്ഥം ഈ തടസ്സങ്ങൾ കാരണം നീ ഒരു നിമിഷം എന്താണ് നിശ്ചലമായി വിറച്ച് നിൽക്കണം. അതായത് ഇങ്ങനെ തടസ്സം വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്നു എന്ന് ആണ് കവി അവിടെ പറയുന്നത്. ലഘുലഹരോം കെ കമ്പിത് കർസേ കർത്തേ ഉത്സുക് ആലിംഗൻ. എന്നിട്ട് എന്താ പറയുന്നത്? അപ്പൊ പറയണ ലഘുലഹരോം കെ കമ്പിത് കർസേ. എന്നിട്ടും എന്താ ലഘുലഹരവും എന്ന് വെച്ചാൽ എന്താണ്, ആ ചെറിയ അലകള്. ലഹരം എന്ന് വെച്ചാൽ തിരമാലകൾ. ഇവിടെ കടലിലാണ് തിരമാലകൾ, ഇവിടെ വരുമ്പോൾ ചെറിയ നമ്മൾ അരുവിയുടെ അലകൾ ഇങ്ങനെ അലയായിട്ട് വരത്തില്ലേ, അത്. അപ്പോൾ ലഘുലഹരവും ആ ചെറിയ അലകളാകുന്ന കമ്പിത് കർച്ച, അതാകുന്ന ചെറിയ അലകളാകുന്ന കൈകൾ കൊണ്ട്. അപ്പൊ അലകളെ ഇവിടെ കൈകളോട് ഉപമിച്ചിരിക്കുന്നു. ആ കൈകൾ കൊണ്ട് കർത്തേ ഉത്സുക് ആലിംഗൻ. അപ്പോൾ എന്താ കർത്തേ ഉത്സുക് ആലിംഗൻ എന്ന് വെച്ചാൽ ആലിംഗനം ചെയ്യുക എന്ന് വെച്ചാൽ കെട്ടിപ്പിടിക്കുക എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആശ്ലേഷിക്കുക എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ആ തടസ്സങ്ങളെ പോലും നീ ഇങ്ങനെ എന്താണ് ആലിംഗനം ചെയ്യുന്നു എന്നാണ്. അപ്പോൾ എന്നിരുന്നാലും നിനക്ക് ഈ തടസ്സങ്ങൾ വരുന്നുണ്ടെങ്കിലും നിന്റെ ആ ചെറിയ അലകളാകുന്ന കൈകൾ കൊണ്ട് നീ ഈ തടസ്സങ്ങളെയൊക്കെ എന്താ ആശ്ലേഷിക്കുന്നു അല്ലെങ്കിൽ ആലിംഗനം ചെയ്യുന്നു എന്ന്. ഉത്സുക ആലിംഗനം എന്ന് വെച്ചാൽ ആവേശത്തോടെ ആലിംഗനം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് കോൺ തുമേ പദ് ബദലാത്താ ഹേ മൗൻ ഖടേ ഹേ സബ് തരുഗണ്. അപ്പോൾ കോൺ ആര്, തുമേം പദ് ബദലാത്താ ഹേ. പദ് ബദലാത്ത എന്ന് വെച്ചാൽ എന്താ, തുമേം നിനക്ക്, പദ് ബദലാത്താ ഹേ അതായത് വഴി പറഞ്ഞു തരുന്നത്. അപ്പം നിനക്ക് ആരാണ് ഈ വഴി കാണിച്ചു തരുന്നത് അല്ലെങ്കിൽ പറഞ്ഞു തരുന്നത്? മൗൻ ഖടേഹേ സബ് തരുഗണ്. അപ്പോൾ എന്താണ് മൗൻ ഖടേഹേ എന്ന് വെച്ചാൽ മൗൻ എന്ന് വെച്ചാൽ മൗനമായി മിണ്ടാതെ, ഖടേഹേ നിൽക്കുന്നു, സബ് എല്ലാ, തരുഗണ് തരു എന്ന് വെച്ചാൽ വൃക്ഷം, അപ്പം ഗണ എന്ന് വെച്ചാൽ വൃക്ഷങ്ങളുടെ കൂട്ടം. അതായത് ഈ മരങ്ങളെല്ലാം മൗനമായി നിൽക്കുമ്പോൾ ആരാണ് നിനക്ക് മുന്നോട്ടുള്ള വഴി പറഞ്ഞു തരുന്നത് എന്നാണ്. അപ്പോൾ അരുവി ഒഴുകുമ്പോൾ അപ്പുറത്തൊക്കെ മരങ്ങൾ മിണ്ടാതെ നിൽക്കുവാണ്. അപ്പം നീ എങ്ങോട്ടെന്ന് പറഞ്ഞാണ് പോകുന്നത്, നിനക്ക് ആരാ ഈ വഴി പറഞ്ഞു തരുന്നതെന്ന് കവി അരുവിയോട് ചോദിക്കുവാണ്. അവി ചൽ ചൽ ജൽക ജൽ ചൽ ഗിർ പർ ഗിർ ഗിർ കർ കള കള സ്വർ. ഓക്കെ, അപ്പോൾ അവിചൽ എന്ന് വെച്ചാൽ എന്താണ്, നീ എന്താ ചഞ്ചലപ്പെടാതെ അല്ലെങ്കിൽ തളരാതെ അല്ലെങ്കിൽ നിന്നു പോകാതെ, ചൽ മുന്നോട്ട് പോകൂ. എന്താണ് ജൽക ചൽ ചൽ എന്ന് വെച്ചാൽ എന്താണ്, ഈ ജലത്തിൻ്റെ ആ വെള്ളത്തിൻ്റെ ചൽ ചൽ എന്ന് പറഞ്ഞ ആ ശബ്ദം. ഗിർ പർ ഗിർ ഗിർ കർ കളസ്വർ, അതായത് ഈ ഗിരി എന്ന് വെച്ചാൽ പർവ്വതം അല്ലെങ്കിൽ മലനിരകൾ. അപ്പോൾ ആ മലനിരകളിൽ നിന്ന് വീഴുമ്പോഴുണ്ടാകുന്ന, അപ്പോൾ അതായത് നമുക്കറിയാം പർവ്വതങ്ങളിൽ നിന്ന് വന്ന് വീഴുമ്പോൾ ചൽ ചൽ എന്നുള്ളൊരു ശബ്ദം, ആ വെള്ളം വന്ന് വീഴുന്ന ശബ്ദമാണ്. ആ മലനിരകളിൽ നിന്ന് തട്ടിത്തടഞ്ഞ് വീഴുമ്പോഴുണ്ടാകുന്ന ആ ചൽ ചൽ, പിന്നെ ചൽ ചൽ കളകള ചൽ ചൽ കളകള, ആ സ്വരത്തോടെ ആ ശബ്ദത്തോടെ നീ തളരാതെ മുന്നോട്ട് പോകൂ എന്നാണ് കവി പറയുന്നത്. ഓക്കെ, പിന്നെന്താണ് പൽ പൽമേം പ്രേമിക്കേ മന്മേം ഗൂഞ്ചേ ഓ വിരഹി നിർച്ചർ. ഓക്കെ, എന്നിട്ടെന്താ പറയുന്നത്? അപ്പോൾ പറയണം പൽപൽമേം പ്രേമിക്കേ മന്മേം, അതായത് നിന്റെ ഈ ശബ്ദം പ്രേമികളുടെ മനസ്സിൽ എന്താ ഗൂഞ്ചേ ഓ വിരഹി നിർച്ച. അതായത് അപ്പോൾ ആ വരികളുടെ അർത്ഥം എന്ന് വെച്ചാൽ, അതായത് ഈ വിരഹിയായ അരുവി നിന്റെ ഈ ശബ്ദം ഓരോ നിമിഷവും, എന്ന് വെച്ചാൽ നിമിഷം, ഓരോ നിമിഷവും പ്രേമികളുടെ മനസ്സിൽ, അതായത് സ്നേഹിക്കുന്നവരുടെ മനസ്സിൽ നിന്റെ ഈ ശബ്ദം എപ്പോഴും മുഴങ്ങി കേൾക്കട്ടെ. വിരഹിയായ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട അരുവി നിന്റെ ഈ ശബ്ദം എല്ലാ പ്രേമികളുടെയും മനസ്സിൽ മുഴങ്ങി കേൾക്കട്ടെ എന്നാണ് കവി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ കവിത. അപ്പോൾ ഈ കവിതയിലെ ഓരോ വരികളുടെ അർത്ഥം മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസുള്ള ഈ കവിതയിലെ കുറച്ച് വരികൾ എടുത്ത് തരും, ചോദ്യം ചോദിക്കും, അങ്ങനെ വരും. ഓക്കെ, അപ്പോൾ അർത്ഥങ്ങൾ അറിയണം. അതിൽ ചോദിക്കാൻ ചാൻസുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ് നേരത്തെ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും കവിത മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് വരാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻസും പിന്നെ എങ്ങനെ പഠിക്കണം എന്നുള്ളതും ഇതിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഈ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസും സോൾവ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഈ ചാപ്റ്റർ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ എക്സാം ഫോക്കസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ദിസ് ഈസ് മീ ദീപ ജാർവി സൈനിങ് ഓഫ്.